നമസ്കാരം. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു ഭാഗ്യം നോക്കണേ, ഒന്നിനു പുറകെ ഒന്നായിട്ട് വാർത്തകളാണ്. ഇപ്പം എന്താ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രമുഖ നടൻ, സജീവ BJP പ്രവർത്തകൻ, മുൻ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ സാറിൻ്റെ മകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓബൈ ഔസി എന്ന് പറയുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാണ് വാർത്ത ഇതാണ്: ആ സ്ഥാപനത്തിലെ 3 പ്രവർത്തകരായ ജോലിക്കാരികളായ സ്ത്രീകളെ, വനിതകളെ, യുവതികളെ, ഞാനിവിടെ ജാതിപ്പേരൊന്നും വിളിച്ചിട്ടില്ലേ, അവരെ ഈ പറഞ്ഞ കൃഷ്ണകുമാറും കുടുംബവും തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി 5 ലക്ഷം രൂപ സറണ്ടർ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു അത്രേ. അതുപോലെ തന്നെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചു. നീയൊക്കെ പറയുന്നില്ല, ഒന്നും പറഞ്ഞില്ല ആണ്. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്കൊക്കെ ഐഫോണൊക്കെ ഉപയോഗിക്കാൻ എന്ത് നിലവാരം ഉണ്ടെന്ന് വരെ ചോദിച്ചു അത്രേ. ഇതൊക്കെയാണ് വാർത്തയിലെ എലമെന്റ്സ്. കൊള്ളാം, എന്തൊരു ക്രൂരതയാണല്ലോ ചെയ്തിരിക്കുന്നത്. സത്യം തേടി ഒന്ന് പോയി നോക്കിയാലോ. സംഭവം ഇങ്ങനെയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ സോഷ്യൽ മീഡിയ മുഴുവൻ അറിഞ്ഞാണ് ദിയ കൃഷ്ണയുടെ വിവാഹം. ദിയ കൃഷ്ണയുടേതാണ് നേരത്തെ ഞാൻ പറഞ്ഞ സ്ഥാപനവും. വിവാഹശേഷം കുറച്ചൊക്കെ അവർ സ്ഥാപനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. അത് തെറ്റ് തന്നെയാണ്. സ്വന്തം സ്ഥാപനത്തിൽ പരമാവധി ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷെ ഒരു പ്രഗ്നന്റ് ഒക്കെ ആയ ലേഡിക്ക് എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, എനിഹൗ, ഈ സമയത്ത് ജോലിക്ക് 1 by 1 ആയി ജോലി ചേർന്നവരാണ് ഈ 3 പേരും. പിന്നീട് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ എന്താണ് സംഭവിച്ചത്? ദിയ കൃഷ്ണയുടെ അക്കൗണ്ടിലേക്ക് വരേണ്ട തുകകളൊന്നും കൃത്യമായിട്ട് വരുന്നില്ല. പോകുന്നതൊക്കെ ഇവരുടെ അക്കൗണ്ടിലേക്കാണ്. ഇവരുടെ അയൽവാസികളിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്ന ഒരു കാര്യം, ഇവർ പണയം വെച്ചിരുന്ന സ്വർണം പോലും ഈ കാലഘട്ടങ്ങളിൽ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മതിയായ തുക അക്കൗണ്ടിൽ കൈ വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക അവസാനം ഒടുക്കം ഇത് പിടിക്കപ്പെട്ട് ഇവരെ ചോദ്യം ചെയ്തു. ആര്? ഈ കൃഷ്ണകുമാറും കുടുംബം തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഒരാളെ മോഷണം നടത്തി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പിടിച്ചുകൊണ്ട് പോലീസിലോട്ടല്ല പോവാം, ഞാനായിട്ട് വിളിച്ച് ചോദിക്കുകയാണ് ചെയ്യുക. നിങ്ങളും അത് തന്നെയായിരിക്കും ചെയ്യുക. രണ്ടാം ഭാഗമായിട്ട് അവരെ ദിയ കൃഷ്ണയുടെ ഫ്ലാറ്റിലാണ് എന്നറിയാൻ കഴിയുന്നു. ഈ കാണുന്ന ഫ്ലാറ്റിൽ വിളിച്ചിട്ട് അവിടെയും ഇരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിന് എങ്ങനെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോകലാക്കി മാറ്റിയത്? എന്തല്ലേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തട്ടിക്കൊണ്ടുപോകാനായിട്ട് തോന്നുന്നുണ്ടോ? അവർക്ക് ഇരിക്കാൻ ചെയർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തിങ്, എവിടെയും കെട്ടിയിട്ടതല്ല. മൊബൈൽ ഉപയോഗിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറയുന്നു. ആ മടിയിലിരിക്കുന്ന എന്തോന്ന്, ഫോണല്ലേ? അതുപോലെ വെള്ളം കൊടുക്കുന്നതായിട്ടും ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ അവരുടെ വാദങ്ങളൊക്കെ തെറ്റി. ഇനി ഉള്ള ഒരേ ഒരു നമ്പർ എന്താ? മേ ബി ഇതിനൊക്കെ ശേഷം അവർ ഏതെങ്കിലും വക്കീലിനെ പോയി കണ്ടു കാണും. പറഞ്ഞോ ജാതി പേര് പറഞ്ഞോ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. ഒക്കത്തില്ല, കോടതിയിലൊക്കത്തില്ല. എന്തായാലും ചീറ്റിപ്പോയി. അങ്ങനെ അവർ പറയാണ് ജാതി പേരും അധിക്ഷേപമൊക്കെ ഉണ്ടായെന്നൊക്കെ പറയാണ്. ഈ വീഡിയോ ഒന്ന് വ്യക്തമായിട്ട് കണ്ടാൽ ഇതിന്റെ തുടക്കം തൊട്ടുള്ള പല ഭാഗങ്ങളിലായിട്ട് ഈ 3 വനിതകൾ സമ്മതിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പറയാം, അവര് കെട്ടിയിട്ടിട്ടോ തട്ടിക്കൊണ്ടുപോയതല്ലാന്ന് വ്യക്തമാണ്. ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. അസഭ്യം പറയുന്നില്ല, ദേഹോപദ്രവം ഏൽപ്പിക്കുന്നുമില്ല. കൃത്യമായി വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ അവരുടേതുമായ ആൾക്കാർ അപ്പുറത്തിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അവരും സ്വർണം എടുത്ത കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതിലൊരു പെൺകുട്ടി പേടിച്ചിട്ടായിരിക്കാം സമ്മതിക്കുന്നുണ്ട്. ഓഗസ്റ്റ് മുതൽ എടുത്തു. QR കോഡ് വെച്ചാണ് എടുത്തത്. QR കോഡ് പകരം വെച്ചിട്ടാണ് എടുത്തത്. സ്കാനർ വേറെ, നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഫോണിൽ എന്തെന്ന് പറഞ്ഞാൽ കാണിച്ചു പലരിൽ നിന്നായിട്ട് അറിയാൻ കഴിഞ്ഞ കാര്യം എന്താണ്? സ്വൈപ്പിംഗ് മെഷീൻ അവിടെ ഉണ്ടായിട്ടും ആ സ്വൈപ്പിംഗ് മെഷീൻ കസ്റ്റമേഴ്സിന് കൊടുത്ത് കാർഡ് മുഖാന്തരം പണം സ്വീകരിച്ചിട്ടില്ല. കാരണം അത് ദിയയുടെ അക്കൗണ്ടിലേക്കാണല്ലോ പോവുക. മറ്റത് ചില ആളുകളെ അവർ വന്നിട്ട് ഓൺലൈൻ പേയ്മെന്റ് നടത്താൻ തയ്യാറായിട്ടും ഡിജിറ്റൽ പേയ്മെന്റ് ഓപ്ഷൻസ് ഒന്നുമില്ല, ക്യാഷ് ആയിട്ട് വേണമെന്ന് ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സോ ക്രിസ്റ്റൽ ക്ലിയർ, പകൽ പോലെ വ്യക്തമാണ് ഇവിടെ അവർ പണം അടിച്ചു മാറ്റാൻ വേണ്ട പരിപാടികൾ നടത്തി എന്നുള്ളത്. അതല്ല മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അവർ കൊട്ടിഘോഷതാണ് സത്യമെങ്കിൽ അവർ ഈ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇതിൽ തട്ടിക്കൊണ്ടെന്ന് പറയണ്ട, ഈ ഇന്റർവ്യൂ അതിലവർ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. അവർ ഓരോന്ന് സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഓർത്ത് നോക്ക്, ആരെങ്ങനെ പറഞ്ഞാലും ചെയ്യാത്ത കാര്യങ്ങൾ ഈ 3 പേര് ഇരുന്ന് അംഗീകരിക്കൂ. ജാതി പേര് പറയുമെന്ന് പേടിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല, ആർക്കും തോന്നേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചെന്താ? എൻഡ് ഓഫ് ദി ഡേ അവർ ജാതിക്കാർഡ് എടുത്തിട്ടു. കുറേ പേരുടെ സപ്പോർട്ട്. ഏതോ പ്രമുഖൻ പാട്ട് പാടാനടുത്ത സ്റ്റേജിലേക്ക് വേണ്ടി ഉച്ചവരെ എഴുതിയ കവിത മായ്ച്ച് കളഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രമുഖൻ ആരാണെന്ന് നിങ്ങൾ ഊഹിച്ചോളൂ, ഞാനൊന്നും പറയുന്നില്ല. നാളെ നമ്മളെ പിടിച്ച് ജാതി പറഞ്ഞു, മതം പറഞ്ഞു, നിറം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്, എൻ്റെ പൊന്നു ചേട്ടാ, ജാതിയുടെ പേരിൽ ഇവിടെ പ്രശ്നമില്ലെന്നൊന്നും പറയുന്നില്ല. ജാതിയുടെ പേരിൽ ഉപദ്രവിക്കപ്പെടുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ആ മുത്തങ്ങ കാട്ടിലോട്ടൊന്ന് പോയി നോക്കിയാൽ മതി. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത ഒരു പ്രിവിലേജും നിങ്ങൾ ആരും അർഹിക്കുന്നില്ല.
ഇറ്റ്സ് ഡാം ഷുവർ. ഇവിടെ നിയമത്തിന് മുമ്പിൽ തെറ്റ് ചെയ്തവൻ ഇവിടെ ഇറങ്ങി നടക്കേണ്ട കാര്യമില്ല. പിന്നെ അങ്ങനെയാണൊരു കാര്യം ചെയ്യാമല്ലോ, നാളെ റേപ്പ് നടത്തിയിട്ട് കൊലപാതകം നടത്തിയിട്ട് ജാതി പേര് പറഞ്ഞാൽ പോരെ. കൊല ചെയ്തിരുന്നവൻ എന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല അങ്ങ് ഡീസൻ്റ് ആയല്ലോ, വെളുത്തല്ലോ, മൊത്തത്തിൽ അങ്ങ് വെളുത്ത് കിട്ടും, നന്നായി കിട്ടും. അതൊന്നുമല്ല. ഇനി ഈ ഇൻ്റർവ്യൂയുടെ മറ്റൊരു ഭാഗത്ത് ഇവർ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതും കൂടി ആയതോടുകൂടി അവിടെ ഒരു തട്ടിക്കൊണ്ടുപോലല്ല നടന്നെന്നുള്ള വ്യക്തമാണ്. പിന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് അങ്ങ് ഉച്ചയ്ക്ക് മുമ്പ് വിട്ടുകൊടുത്തു എന്ന് പറയുന്നത് അത്രയും ക്ലിയർ അല്ല, അത് പോട്ടെ. ഇവിടെ ശരിക്കും കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിന് പകരം വേറെ വല്ല ഫാമിലിയും ആയിരുന്നുവെങ്കിൽ എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല, എന്നാലും കേസ് കൊടുക്കലായിരുന്നു ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും ഉണ്ടാവുക. അതെങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല, അറിയുന്നവർക്കറിയായിരിക്കും. എന്നിരുന്നാലും ഇവിടെ ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വീഡിയോ ഉടനീളമായിട്ട് 1 by 1 അവരായിട്ട് ഓരോ സത്യങ്ങളായിട്ട് സമ്മതിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് പിന്നെ എന്തിന് ജാതി പറഞ്ഞു? ഒറ്റ ഉദ്ദേശം, സമൂഹത്തിൻ്റെ സപ്പോർട്ടും സിമ്പതിയും കിട്ടാൻ. പക്ഷെ അവർ മറന്നുപോയൊരു കാര്യം, ഇത്തരം കേസുകൾ കോടതിയിലെത്തുമ്പോൾ അവിടെ സമൂഹത്തിൻ്റെ ജാതി സപ്പോർട്ടിന് വിലയില്ല, മത സപ്പോർട്ടിന് വിലയില്ല, നിറ സപ്പോർട്ടിന് വിലയില്ല. അവിടെ തെളിവുകളാണ്. ഇവിടെ വ്യക്തമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കാണിക്കൂ. ഓക്കെ ഫൈൻ, അവർ നിരപരാധികളാണെങ്കിൽ ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എടുത്ത് കാണിക്കുന്നതോടുകൂടി, കാണിക്കാമെന്ന് പറയുകയെങ്കിലും ചെയ്യുന്നതോടുകൂടി ഈ കേസ് അവസാനിക്കേണ്ടതല്ലേ? അത് അവസാനിച്ചിട്ടില്ല. അവർ ഒന്നും സമ്മതിക്കാൻ തയ്യാറല്ല, അതായത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ തയ്യാറല്ല. പിന്നെന്താണ്ടായത്? ഓരോന്നോരോന്നായിട്ട് സമ്മതിക്കുന്നു, എന്നിട്ട് ഒടുക്കം അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പത്തി വിടർത്തി ആടുന്നു. എന്തായാലും എൻ്റെ വീഡിയോയിൽ ഒരു കാര്യം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഇവരുടെ ആരുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, ജാതി ഞാൻ പറഞ്ഞിട്ടില്ല, ഏറിപ്പോവാൻ വയ്യ. പിന്നെ വ്യക്തമായ മറ്റൊരു കാര്യം കൂടെ പറയാം, ഇതുപോലുള്ള കുറേ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ. അതിനൊന്നും നമ്മൾ വഴി വെച്ച് കൊടുക്കരുത്, ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യരുത്. ക്രിമിനൽസ് ആർ ക്രിമിനൽസ്. ആൻഡ് ഇവിടെ ദിയ കൃഷ്ണയെ എനിക്ക് വിമർശിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യു മസ്റ്റ് വാച്ച്. CCTVയിലൂടെ നോക്കേണ്ട കാര്യമുണ്ടായിരുന്നു, ഡെയിലി കസ്റ്റമർ റിപ്പോർട്ടുകൾ നോക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഞാൻ ഈ കാണിക്കുന്നത് അവരുടെ റിവ്യൂസാണ്. ഇതിൽ പല റിവ്യൂസ് ഉണ്ട് മോശമായിട്ടുള്ളത്. ഇതൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. ഇത് ശ്രദ്ധിക്കാതെ പോയി നിങ്ങളുടെ ഫോൾട്ട് ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ആളുകളെ കള്ളനാക്കിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നിരുന്നാലും അവർക്ക് കള്ളത്തരം നടത്താനുള്ള ചാനൽ നിങ്ങളിലൂടെയാണ് തുറന്നു കിട്ടിയതെന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക. പിന്നെ തെറ്റ് സംഭവിച്ചാൽ അംഗീകരിച്ച് ജയിലിൽ പോകുന്നതിൽ അല്ലെങ്കിൽ മാപ്പ് പറയുകയെങ്കിലും ചെയ്യുന്നതിൽ അറ്റ്ലീസ്റ്റ് അവരോട് മാപ്പ് പറഞ്ഞെങ്കിൽ ഇത് അവസാനിപ്പിക്കുക. ഇത്ര സമയത്തിനുള്ളിൽ ഈ പണം കൊടുക്കാമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മുടെ കേരളം ഈ 2 മിനിറ്റ് കൊണ്ട് സമരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും തുടങ്ങിയവർ പിടിച്ചു നിൽക്കാൻ ഈ നാട്ടിലും മറ്റു നാട്ടുകളെ പോലെ നന്നായിട്ട് കഷ്ടപ്പെടുകയാണ്. അതിന് അവർക്ക് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊന്നും കാര്യമില്ല. ഇറക്കി കാശ് തിരിച്ചു കിട്ടിയില്ലേ പൊട്ടിപ്പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്ന അവരോടൊന്നും ഇത് ചെയ്യരുത്. സോ താങ്ക് യു.